സത്യം പറയാമല്ലോ, എനിക്ക് ചിരിക്കണോ കരയണോ എന്നറിയില്ല. കോൺഗ്രസിനിത് ഡു ഓർ ഡൈ ഇലക്ഷൻ എന്നാണ് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം AK ആൻ്റണി പറയുന്നത്. ശരിയാ, അദ്ദേഹം പറഞ്ഞത് കോൺഗ്രസ് ഡൈ ആയ അവസ്ഥയിലാണ്. അതിന് കാരണക്കാരൻ താനും കൂടിയാണെന്ന് തൻ്റെ ഇടത്തോടെ പറയണമായിരുന്നു AK ആൻ്റണി. ഇത് നേരത്തെ മനസ്സിലാക്കിയത് കൊണ്ടല്ലേ താങ്കൾ സ്വന്തം മകനെയും കുടുംബക്കാരെയും BJPയിലേക്ക് പറഞ്ഞു വിട്ടത്? എന്നിട്ടിരുന്ന് മോങ്ങുന്ന്. പറയാൻ നാണമില്ലല്ലോ അന്തോണി ചായ. തലേക്കുന്നിൽ ബഷീർ സ്മാരക പുരസ്കാരം ഇന്ദിരാഭവനിൽ ഡോക്ടർ ജോർജ് ഓണക്കൂറിന് നൽകിയ ശേഷം സംസാരിക്കുമ്പോഴായിരുന്നു ഈ ഖേദപ്രകടനം നടത്തിയത്. മോദി സർക്കാർ വീണ്ടും വന്നാൽ രാജ്യത്ത് എന്തൊക്കെ സംഭവിക്കുമെന്ന് ആലോചിക്കണം. ലോകം ഇന്ത്യയെ ബഹുസ്വരതയുടെയും മതേതരത്വത്തിൻ്റെയും പേരിലാണ് ബഹുമാനിക്കുന്നത്. 10 വർഷമായി മോദി സർക്കാർ മതേതരത്വത്തെ ദുർബലപ്പെടുത്താനുള്ള നടപടികളാണ് സ്വീകരിക്കുന്നത്. അതിലേറ്റവും അപകടകരം പൗരത്വ ഭേദഗതി നിയമമാണ്. പൗരത്വ നിയമത്തിൽ മുമ്പും പല ഭേദഗതികളും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതൊന്നും മതം അടിസ്ഥാനമാക്കിയായിരുന്നില്ല. ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങൾക്ക് പോറലേൽപ്പിക്കുന്ന നിയമം സുപ്രീം കോടതി വലിച്ചെറിയുമെന്നാണ് കരുതുന്നത്. ഇന്ത്യ മുന്നണി അധികാരത്തിലേറിയാൽ പൗരത്വ നിയമ ഭേദഗതി നിയമം പിൻവലിക്കുമെന്നും ആൻ്റണി പറഞ്ഞു. ഉറപ്പാണോ അന്തോണി ചായ? എൻ്റെ ഒരു സംശയം, കോൺഗ്രസ് മുക്ത കേരളവും കോൺഗ്രസ് മുക്ത ഭാരതവും സ്വപ്നം കണ്ട് നടക്കുന്ന സ്വന്തം മോൻ്റെ അച്ഛനാണോ ഈ പറയുന്നത്? അപ്പം തന്നെ അല്ലേ? ആദ്യം സ്വന്തം വീട്ടിൽ ഇതിനൊരു തീരുമാനം ഉണ്ടാക്ക്, പിന്നെ നാട്ടിലുള്ളവരെ മറ്റുള്ളവരെ ഉദ്ധരിക്കാം, ഉപദേശിക്കാം. പൗരത്വ നിയമ ഭേദഗതി നിയമം നടപ്പാക്കാനാണ് സ്വന്തം മോൻ പ്രവർത്തിക്കുന്നത്. ആ മോൻ്റെ അച്ഛൻ്റെ ഈ വാക്കുകൾക്ക് എന്ത് ആത്മാർത്ഥതയാണുള്ളത്? കേൾക്കുന്നവരെ പൊട്ടന്മാരാക്കല്ലേ അന്തോണി ചായ. അടങ്ങി ഒതുങ്ങി വീട്ടിലെങ്ങാനും കുത്തിയിരുന്നാൽ, നിങ്ങൾ മറ്റുള്ളവരെ ഉപദേശിക്കാൻ ഇറങ്ങാതിരുന്നാൽ UDF സ്ഥാനാർത്ഥികൾക്ക് 10 വോട്ട് കൂടുതൽ കിട്ടും. നിങ്ങളുടെ വാക്ക് കേട്ട് ആര് കോൺഗ്രസിന് വോട്ട് ചെയ്യും? ഇനിയെങ്കിലും നിങ്ങൾ കോൺഗ്രസ് പ്രസ്ഥാനത്തെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ വായും പൂട്ടി വീട്ടിൽ ഒതുങ്ങിക്കൂട്. ജനങ്ങൾ ആര് പറയുന്നതാ കേൾക്കേണ്ടത്? അപ്പം പറയുന്നതോ മോൻ പറയുന്നതോ? നാണമില്ലേ താങ്കൾക്ക് ഇങ്ങനെയൊക്കെ പറഞ്ഞു നടക്കാൻ? ഇത് ഉത്തരേന്ത്യ അല്ല, സാംസ്കാരിക കേരളമാണ്. ഈ കൊച്ചു കേരളത്തെയും പാവം കോൺഗ്രസ് പ്രവർത്തകരെയും പറ്റിച്ച് ഇത്രയും നാൾ കഴിഞ്ഞില്ലേ? അതൊക്കെ പോരെ? കൂടുതലൊന്നും പറയുന്നില്ല. ഇതൊക്കെ ഓരോ കോൺഗ്രസ് പ്രവർത്തകരും പങ്കുവയ്ക്കുന്ന അഭിപ്രായങ്ങളാണ്. നിങ്ങളോട് നേരിട്ടൊരു പ്രവർത്തകനും എന്ന് പറയില്ല. കേൾക്കുന്നത് ഞങ്ങളെപ്പോലുള്ളവരാണ്.